തിരുവനന്തപുരം വെഞ്ഞാറമൂട് 6 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് പോലീസ് സ്റ്റേഷനിലെത്തി ഒരു യുവാവ് മൊഴി നൽകിയിരിക്കുന്നു. പേരുമലയിൽ 3 പേരെയും ചുള്ളാളത്ത് 2 പേരെയും പാങ്ങോട് ഒരാളെയും കൊന്നു എന്നാണ് മൊഴി. പാങ്ങോട് 88 വയസ്സുള്ള വൃദ്ധ മരിച്ചെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആദിൽ പാലോടെ വിവരങ്ങളുമായി. ആദിൽ, ആരാണ് ഇയാൾ? ഈ കൂട്ടക്കൊല നടത്തിയ ശേഷം ആയുധങ്ങളുമായിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് അറിയാനാകുന്നത്? ഒരു മണിക്കൂറിന് മുൻപാണ് ഈ വിവരം പുറത്തു വരുന്നത്. വീട്ടിലുണ്ടായിരുന്ന സഹോദരിയെയും മാതാവിനെയും മറ്റൊരാളെയും വെട്ടിയ ശേഷം പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷമാണ് കൂടുതൽ പേരെ കൊന്നിട്ടുണ്ട് എന്ന കുറ്റസമ്മതം ഇദ്ദേഹം നടത്തുന്നത്. പേരുമലയിൽ ഈ പറയുന്ന 3 പേരെ, ചുള്ളാളത്ത് 2 പേരെ കൊന്നിട്ടുണ്ട്. ഒപ്പം പാങ്ങോട് എന്ന് പറയുന്ന ഭാഗത്ത് ഒരാളെയും കൊന്നെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണമുണ്ട്. പാങ്ങോട് 88 വയസ്സുള്ള വൃദ്ധ തലയടിക്കടിയേറ്റ് മരിച്ചു എന്ന റിപ്പോർട്ട് പോലീസിന് സ്ഥിരീകരിച്ച് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുകയാണ്. പോലീസുകാർ കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഉദ്യോഗസ്ഥരെ വിളിച്ച് ഈ പറയുന്ന ഭാഗങ്ങളിലേക്ക് അന്വേഷണത്തിനായി പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ചുവെന്നും ഇപ്പോൾ റിപ്പോർട്ടുണ്ട്. ഏതായാലും യുവാവിന്റെ മൊഴി ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ്. സഹോദരിയെ വെട്ടിക്കൊന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു. മാതാവിനും വെട്ടേറ്റിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് 5 പേർ മരിച്ചിട്ടുണ്ട് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. ഏതായാലും കൂടുതൽ വിവരം വരാനുണ്ട്. പ്രതി വിഷം കഴിച്ചിട്ടുള്ളതായും പോലീസിന് സംശയമുണ്ട്. അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഉണ്ടാകും. വളരെ ക്രൂരമായ കൃത്യം വെഞ്ഞാറമൂട് നടന്നിരിക്കുന്നു. 23 വയസ്സുള്ള അഫാൻ, ആദ്യഘട്ടത്തിൽ പ്രാഥമിക വിവരങ്ങളാണ്, മുഹമ്മദ് അഫാൻ എന്ന് പറയുന്ന യുവാവാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത്. കൃത്യം നടത്തിയ ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതമൊഴി നൽകുകയായിരുന്നു എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ആദിൽപാലോട് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, ഈ 5 പേർ മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാതാവ്, സഹോദരൻ, മറ്റൊരു പെൺകുട്ടി, ഒരു ഭാര്യയും ഭർത്താവും, പിന്നെ പ്രായമായ ഒരാൾ എന്നിങ്ങനെയാണ്. പ്രതി വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പോലീസ് സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ പ്രതിയുള്ളത്? റിനു സീഥറിലേക്ക് കൂടി പോകുന്നു. റിനു സീഥർ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്, ഞെട്ടിപ്പിക്കുന്ന വാർത്ത. കൂട്ടക്കൊലയുടെ വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രതി വിഷം കഴിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എവിടെയാണ് ഇപ്പോൾ പ്രതിയുള്ളത്? അരുൺകുമാർ, ഇപ്പോൾ പ്രതി വെഞ്ഞാറമൂട്ടിൽ ഉണ്ട്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന്റെ കസ്റ്റഡിയിലാണ് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ദാരുണമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയേണ്ടി വരും. കാരണം മാതാവിനെയും സഹോദരനെയുമാണ് ആദ്യം വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ കാമുകിയാണ് എന്ന് സംശയിക്കുന്ന ഒരു പെൺകുട്ടിയെയും വെട്ടിക്കൊലപ്പെടുത്തിയതായി സ്ഥിരീകരിക്കുന്നുണ്ട്.